നടിയെ ആക്രമിച്ച കേസിൽ നാദിർ ഷായെ വീണ്ടും ചോദ്യം ചെയ്യും. തെളിവ് നശിപ്പിച്ചതിലടക്കം നാദിർ ഷായ്ക്ക് പങ്കുണ്ടെന്ന് പോലീസ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് കരുതേണ്ടി വരുന്നു. 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്യപ്പോൾ ഒപ്പമിരുത്തി ചോദ്യം ചെയ്തതാണ് നാദിർ ഷായെ. അതിനുശേഷം പലവട്ടം പറഞ്ഞു കേട്ടിരുന്നു നാദിർ ഷായെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന്. ഇപ്പോൾ പോലീസ് ഏത് തരത്തിലുള്ള ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ നടത്തുന്നത്? ആദ്യ ചോദ്യം ചെയ്യലിന് ശേഷം തന്നെ പോലീസ് നൽകിയ സൂചന നാദിർ ഷയ്ക്ക് ഈ കേസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് നാദിർ ഷയ്ക്ക് ബന്ധമില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയും നാദിർ ഷ തന്നെ അത്തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് നാദിർ ഷയെ വിട്ടയച്ച് നാദിർ ഷയെ നിരീക്ഷിക്കാനായിരുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. അതായത് നാദിർ ഷയ്ക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നാദിർ ഷയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് പോലീസ് ആരായുന്നത്. അങ്ങനെ വന്നാൽ നാദിർ ഷയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. നടിയെ ആക്രമിച്ച കേസിന്റെ ഗൂഢാലോചനയിൽ നാദിർ ഷയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. മാത്രമല്ല, ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ നശിപ്പിക്കുന്നതിൽ നാദിർ ഷയ്ക്ക് പങ്കുണ്ട്, തെളിവ് നശിപ്പിച്ചതിൽ പങ്കുണ്ട് എന്നും പോലീസ് കരുതുന്നു. ജയിലിൽ നിന്ന് പൾസർ സുനി പല പ്രാവശ്യം നാദിർ ഷയെ നേരിട്ട് വിളിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, വിഷ്ണു എന്നൊരാൾ വശം പൾസർ സുനി കത്ത് കൊടുത്തയച്ചതും നാദിർ ഷയ്ക്കാണ്. ഈ വിഷ്ണു നാട്ടിലിറങ്ങി ജയിലിൽ നിന്നിറങ്ങി ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ പല ഘടകങ്ങളും നാദിർ ഷയ്ക്ക് പ്രതികൂലമായിട്ടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പ്രവീൺ. ശ്രീനാഥ്, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മഞ്ജു വാര്യരായിരുന്നില്ല ദിലീപിന്റെ ആദ്യ ഭാര്യ എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വഴിക്കും മുന്നോട്ട് പോവുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി മിമിക്രി താരം അബിയെ ചോദ്യം ചെയ്തു എന്ന് ചില മാധ്യമങ്ങൾ രാവിലെ വാർത്ത നൽകിയിരുന്നു. അബി തന്നെ നമ്മോട് പ്രതികരിച്ചു. അത്തരമൊരു ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ ഒന്നും തന്നോട് ഉണ്ടായിട്ടില്ല, ദിലീപിനെ നേരത്തെ അറിയാം എന്നുള്ള തരത്തിൽ. അങ്ങനെ ദിലീപിന്റെ പൂർവ്വകാലത്തേക്ക് കൂടി കൃത്യമായി അന്വേഷണത്തിന്റെ വാതിലുകൾ തുറന്നിടുകയാണ് പോലീസ് സംഘം. ദിലീപിന്റെ പൂർവ്വകാല ചരിത്രം പോലീസ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ദിലീപ് ഇത്തരത്തിലൊരു കൃത്യം, നടിയെ ആക്രമിച്ചതുപോലെയുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ മാനസികാവസ്ഥയുള്ള ആളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദിലീപിന്റെ പൂർവ്വ ജീവിതത്തെക്കുറിച്ച്, അതായത് ഗോപാലകൃഷ്ണൻ എന്ന നാമധേയമുണ്ടായിരുന്ന കാലത്തെ ജീവിതത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ദിലീപിന് നേരത്തെയും ഒരു വിവാഹബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആലുവ ദേശത്തുള്ള രജിസ്ട്രാർ ഓഫീസ്, സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇത് സംബന്ധിച്ച് ഒരു രേഖ ഉണ്ട്. അവിടെ ഒരു ബന്ധുവായി യുവതിയെ ദിലീപ് വിവാഹം കഴിച്ചിരുന്നു. അതിനുശേഷം ഈ വിവാഹബന്ധം അവസാനിപ്പിക്കാതെ തന്നെയാണ് മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലുവ ദേശത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ദിലീപിന്റെ പൂർവ്വകാല ചരിത്രവും അത്ര സുഗമമായിരുന്നില്ല എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. ശ്രീനാഥ്. മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദിലീപ് വേറെ വിവാഹം കഴിച്ചെന്ന വിവരം താനും കേട്ടിട്ടുണ്ടെന്ന് മിമിക്രി താരം അബി. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നും അബി ന്യൂസ് 18നോട് പറഞ്ഞു. ഇദ്ദേഹം കല്യാണം കഴിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് ഞാൻ സാക്ഷിയോ ആ കല്യാണം എവിടെ നടന്നു എന്നോ എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ വാർത്തയെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവിടെ ദേശത്ത് രജിസ്റ്റർ ഓഫീസിലാണ് നടന്നത്. പുള്ളി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, പുള്ളി പ്രേമിച്ചിരുന്ന പെണ്ണിനെയാണെന്നും അറിയാം. അന്ന് ആരൊക്കെയോ പുള്ളിയെ കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു എന്നോ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അതിനുശേഷം അത് ഡൈവോഴ്സ് ആയോ എന്തായോ അതിന്റെ സാക്ഷിയോ പ്രതിയോ ഒന്നും ഞാനല്ല. എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അർജുന ഖേൽരത്ന പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. സജൻ പ്രകാശനും ചേതേശ്വർ പൂജാരയ്ക്കും ഹർമൻ പ്രീത് കൗറിനും സാധ്യത. ടി.പി. ഔസേപ്പടക്കം മലയാളി പരിശീലകർ ദ്രോണ അവാർഡ് പട്ടികയിലും ഇടം നേടി. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ഇപ്പോൾ ഈ പട്ടിക അന്തിമമായി തയ്യാറാക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? പ്രവീൺ, പുരസ്കാര നിർണയ സമിതി ഡൽഹിയിൽ യോഗം ചേരുകയാണ്. ഇന്ന് ഉണ്ടാവുക അർജുന ഖേൽരത്ന പുരസ്കാരങ്ങളാണ്. ദ്രോണാചാര്യ പുരസ്കാരവും
ധ്യാൻചന്ദ് പുരസ്കാരവും ശനിയാഴ്ചയാണ് കമ്മിറ്റി പരിഗണിക്കുന്നത്. ഇന്ന് മറ്റ് 2 പുരസ്കാരങ്ങൾ, അതായത് അർജുനയും ഖേൽരത്നയുമാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ജസ്റ്റിസ് കക്കറിന്റെ അധ്യക്ഷതയിലുള്ള യോഗം ഇപ്പോൾ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 82 പേരാണ് അർജുന അവാർഡിന്റെ അന്തിമ പട്ടികയിലുള്ളത്. 7 പേരാണ് ഖേൽരത്ന പുരസ്കാര പട്ടികയിലുള്ളത്. അർജുന അവാർഡ് പട്ടികയിൽ കാര്യമായ മലയാളി സാന്നിധ്യം ഇത്തവണയില്ല. സജ്ജൻ പ്രകാശും PK ജെയ്സനും ഒഴിച്ചു നിർത്തിയാൽ മലയാളി സാന്നിധ്യം കാര്യമായി അർജുന അവാർഡ് പട്ടികയിലില്ല. പ്രധാനമായും അർജുന അവാർഡ് പട്ടികയിലുള്ളത് ക്രിക്കറ്റ് താരം ചേതേശ്വർ പൂജാര, ഒപ്പം തന്നെ വനിതാ ക്രിക്കറ്റ് താരം ഹർമൻപ്രീത് കൗർ, ബില്യാർഡ്സ് താരം വിദ്യാപിള്ള, ഫുട്ബോൾ താരം JJ ലാൽ പെക്കുല, ഹോക്കി താരം റിതു റാണി തുടങ്ങിയവരുടെ പേരുകളാണ്, ചെസ് താരം തുടങ്ങിയവരുടെ പേരുകളാണ് ഈ പട്ടികയിൽ അർജുന അവാർഡിന്റെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 7 പേരാണ് ഖേൽരത്ന പുരസ്കാര പട്ടികയിലുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ 4 താരങ്ങളുടെ പേരുകളും വലിയ രീതിയിൽ അവർക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ദീപ മാലിക്, ഒപ്പം തന്നെ ദേവേന്ദ്ര ചചാരിയ, മാരിയപ്പൻ തങ്കവേലു, ബട്ടി തുടങ്ങിയവർക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഒപ്പം തന്നെ മുൻ ഹോക്കി ടീം ക്യാപ്റ്റൻ സർദാർ സിംഗിനും ഖേൽരത്ന പുരസ്കാരത്തിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ന് അന്തിമ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും അവാർഡ് ജേതാക്കളെ ഇന്ന് അറിയാൻ സാധിക്കും. കാരണം കമ്മിറ്റി അന്തിമ പട്ടിക തയ്യാറാക്കുകയും ഈ പട്ടിക പിന്നീട് കായിക മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി അയക്കുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ കായിക മന്ത്രാലയം ഇത് അംഗീകരിക്കുകയും ചെയ്യും. പ്രവീൺ, അർജുന ഖേൽരത്ന പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. ദ്രോണ പുരസ്കാരങ്ങൾ പിന്നീടായിരിക്കും, ശനിയാഴ്ചയായിരിക്കും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. മലയാളി സാന്നിധ്യം സജൻ പ്രകാശ് അടക്കമുള്ള 1-2 പേരിൽ ഒതുങ്ങാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് രാകേഷ്. KSRTCയിൽ പണിമുടക്കിയ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് എറണാകുളം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി ഡിപ്പോകളിലെ ജീവനക്കാരെയാണ്. പ്രദീപ് സി വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, പ്രതികാര നടപടി എന്ന് തന്നെ കരുതാമോ ഈ സ്ഥലം മാറ്റത്തെ? പ്രവീൺ, പ്രതികാരങ്ങളുടെ ഭാഗമായി സ്ഥലം മാറ്റിയെന്നാണ് പണിമുടക്കിയ യൂണിയനുകൾ ആരോപിക്കുന്നത്. AITUC അതുപോലെ BMS വെൽഫെയർ അസോസിയേഷൻ എന്നിവരാണ് ഇന്നലെ പണിമുടക്കിയത്. 8600 ജീവനക്കാരാണ് ഇന്നലെ ജോലിക്ക് ഹാജരാകാതിരുന്നത്. ഇതിൽ 137 ഡ്രൈവർമാർ, 129 കണ്ടക്ടർമാർ എന്നിവർക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. KSRTC അധികൃതരുടെ നിലപാട് ഇന്നലെ സർവീസുകൾ വ്യാപകമായി മുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ സ്ഥലം മാറ്റം നടത്തിയത് എന്നാണ്. അതായത് കൊട്ടാരക്കരയിൽ ഇന്നലെ 41 സർവീസുകൾ മുടങ്ങിയിരുന്നു. കരുനാഗപ്പള്ളിയിൽ 27ഓളം സർവീസുകൾ മുടങ്ങിയിരുന്നു. ഇത്തരത്തിൽ എറണാകുളത്തും മറ്റും സർവീസുകൾ മുടങ്ങി. ഇങ്ങനെ KSRTC ബസ്സുകൾ ഓടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതിന്റെ പേരിലാണ് സ്ഥലം മാറ്റമെന്ന് ഇപ്പോൾ അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം യൂണിയനുകൾ പറയുന്നത് തങ്ങൾ നിയമപരമായാണ് ഈ പണിമുടക്ക് നടത്തിയത്. നേരത്തെ മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷമാണ് പണിമുടക്ക് നടത്തിയത്. അത് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രതികാര നടപടിയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. AITUCയും മറ്റും ഇതിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. പ്രവീൺ, പ്രദീപ്. CPM സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് തുടങ്ങി. പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പാണ് 2 ദിവസത്തെ സംസ്ഥാന സമിതിയുടെ പ്രധാന അജണ്ട. PG പ്രബോധ് വിവരങ്ങളുമായി ചേരുന്നു. പ്രബോധ്, പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പിന്റെ രൂപരേഖ തയ്യാറാക്കലാണ് പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും സ്വാഭാവികമായി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വലുതായി തന്നെ ബാധിച്ചു എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഇന്നലെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അതും സമിതിയിൽ വലിയ ചർച്ചയ്ക്ക് വിഷയമാകില്ലേ? തീർച്ചയായും അതിന്റെ ഒരു തുടർച്ചയായ ചർച്ചകൾ ഇന്നും നാളെ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുണ്ടായ സംഘർഷം, ഈ സംഘർഷത്തിൽ പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാക്കൾ തന്നെ പോലീസ് കസ്റ്റഡിയിലാവുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് പാർട്ടിയെ പ്രതിച്ഛായ വല്ലാതെ ബാധിച്ചു എന്ന അഭിപ്രായം എല്ലാ നേതാക്കൾക്കുമുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റിലെ എല്ലാ നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദമായ ചർച്ച കൂടി ഇന്ന് നടന്നേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ഫെബ്രുവരിയിൽ തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടത്താനാണ് ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. ഈ ഒരു തീരുമാനത്തിന് ഇന്നത്തെ സംസ്ഥാന സമിതി അംഗീകാരം നൽകും. അതോടൊപ്പം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങളുടെ സമയക്രമം കൂടി ഇന്നും നാളെയുമായി ചേരുന്ന സംസ്ഥാന സമ്മേളനം സംസ്ഥാന സമിതി തീരുമാനിക്കും. PG പ്രബോധ്.